ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഭാഷ്യപഠനം എങ്ങനെ വേണമെന്നുള്ളത് ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ്. എന്നിട്ട് മതി പഠിക്കുക. അതിന് കാരണം ഭാഷ്യങ്ങളിൽ ഉപനിഷത്തുക്കൾ ഏറ്റവും വിപുലം ബൃഹദാരണ്യകം എന്ന പോലെ ഭാഷ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമാണ് ബൃഹദാരണ്യക ഭാഷ്യം. തലനാരിഴ കീറി എന്നൊക്കെ നമ്മൾ പറയും, കൂടുതലാണ്. അതുപോലെ വിവിധ ദർശനങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു ചിന്താരീതിയിലാണ്. എത്ര പേർക്ക് അതിൽ കൂടെ വരാൻ കഴിയുമെന്നറിയില്ല. മാത്രമല്ല, സുദീർഘമായതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു വാചകമൊക്കെയാണ് നീങ്ങുക. അങ്ങനെയാകുമ്പോൾ മാസങ്ങളും വർഷങ്ങളും കഴിയും ഒരു അധ്യായം കഴിയുമ്പോഴത്തേക്ക് തന്നെ. ഇതിൻ്റെ ആരംഭത്തിലൊക്കെ കർമ്മവിഷയങ്ങളും കർമ്മസംബന്ധിയായ ജീവിത വീക്ഷണങ്ങളും ചില ഉപാസന വീക്ഷണങ്ങളും ഒക്കെയാണ്. തോന്നുകയാണ് എല്ലാവരുടെയും അംഗീകാരം എന്താണോ അതുപോലെ ചെയ്യാം. വേദാന്ത വിചാരം കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ വരുന്നത് വരെ മന്ത്രവും മന്ത്രത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇത് മാത്രം പഠിക്കാൻ ഒരു തുടർച്ചയായിട്ട് സെഷൻ വയ്ക്കുക. മാസത്തിലൊരിക്കൽ ഒരാൾക്കും മനസ്സിലാവില്ല. പറയാനും ബന്ധം കിട്ടില്ല, കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല പറയുന്ന ആൾക്കും ബന്ധം കിട്ടില്ല, കേൾക്കുന്ന ആൾക്കും ബന്ധം കിട്ടില്ല. ഒരു മാസത്തിലൊരു ദിവസം 1.5 മണിക്കൂറാവുമ്പോൾ അതുകൊണ്ട് ബൃഹദാരണ്യക ഉപനിഷത്ത് 1-ാം അധ്യായം ഭാഷ്യം ഒരു പ്രാവശ്യം നമുക്ക് ഒരാഴ്ചയോ മറ്റോ വയ്ക്കാം. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് തന്നെ. അപ്പോൾ ബന്ധം കിട്ടും. മറ്റേ കിട്ടില്ല, വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മന്ത്രങ്ങൾ പഠിച്ചു പോകാമെന്നാണ് തോന്നണത്. എന്താ എല്ലാവരും അഭിപ്രായം വെച്ചാൽ അതുപോലെ. അല്ലെങ്കിൽ വല്ലാതെ മുഷിയും, മനസ്സിലാവില്ല, ആൾക്കാർക്ക് വരാൻ തോന്നില്ല. പിന്നെ അതൊരു യജ്ഞാക്കിയിട്ട് വേറെ ചെയ്യാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ 1-ാമത്തെ അധ്യായം വേദപ്രസിദ്ധമായ അശ്വമേധത്തിൻ്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവിടെ ഉഷസ്സിനെ മേധ്യമായ അശ്വത്തിൻ്റെ ശിരസ്സായിട്ട് പറഞ്ഞു. അതുപോലെ സൂര്യനെ കണ്ണായും വായുവെ പ്രാണനായും വൈശ്വാനര അഗ്നിയെ വിടർത്തി വെച്ച വായയായും സംവത്സരത്തെ അശ്വത്തിൻ്റെ ആത്മാവായും പറഞ്ഞു. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ദ്വിലോകം മുതൽ
അങ്ങോട്ട് സർവത്തെയും വ്യാപിച്ചു നിൽക്കുന്നതായി ഈ അശ്വത്തെ വർണ്ണിച്ചു. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും അതിൻ്റെതാണെന്ന് സമർത്ഥിച്ചു. അതോടുകൂടി അശ്വം എന്നുള്ളത് കുതിര എന്നുള്ളതിൽ നിന്ന് മാറി. മറിച്ച് ഈ സമ്പൂർണ്ണ പ്രപഞ്ചാകാരമാണ് അശ്വം. പ്രപഞ്ച ആകാരം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ സംവത്സരം അതിൻ്റെ ആത്മാവെന്ന് പറയേണ്ട ആവശ്യമില്ല. സകലവും എല്ലാം നാമരൂപാത്മകമായോ അല്ലെങ്കിൽ ദേശകാലാത്മകമായോ എന്തുണ്ടോ അതെല്ലാം തന്നെ ഈ യജ്ഞീയമായ അശ്വമാണ്. ഇതാണ് ഒന്നാമത്തെ മന്ത്രം പറഞ്ഞത്. തുടർന്ന് അശ്വത്തിൻ്റെ മഹിമാരൂപമായി ദിനം, ആ ദിനത്തിൻ്റെ യോനിയായിട്ട് പൂർവ സമുദ്രം, മഹിമാരൂപമായിട്ട് രാത്രി, അതിൻ്റെ യോനിയായിട്ട് പശ്ചിമ സമുദ്രം. വെറും കൽപ്പനയാണ്, ദിനരാത്രങ്ങൾ കൽപ്പനയാണ്. എങ്കിലും കാൽപ്പനികമായി ദിനത്തെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ യോനി എവിടെയാണ്? കിഴക്കൻ സമുദ്രമാണ്. ഇനി രാത്രിയെ നമ്മൾ അംഗീകരിച്ചാൽ അതിൻ്റെ യോനി പശ്ചിമ സമുദ്രമാണ്. കാരണം അസ്തമയം മുതൽക്കാണ് രാത്രി ഗണിക്കുന്നത്. ഇങ്ങനെ സകല ലോകങ്ങളും ഗന്ധർവ, അസുര, മനുഷ്യാദി സകലവും തന്നെ അതിൻ്റെ ഭാവങ്ങളായിട്ട് പറഞ്ഞു. ഇതാണ് വളരെ ദീർഘമായ ഒരു ഭാഷ്യം ഈ മന്ത്രത്തിൻ്റെതായിട്ടാണുള്ളത്. അത് നമ്മൾ മാറ്റിവെക്കുകയാണ്. തുടർന്ന് ആത്മാവിൻ്റെ ഭാവമാണ്. ശരീരം അശ്വരൂപമാണ്. അതിൻ്റെ ഭാവമായിട്ട് സംവത്സരത്തെ പറഞ്ഞു. തുടർന്ന് ആപോ വാ അർക്കഃ തദ് യദപാശര ആസീദ് തത്സമഹന്യത സാ പൃഥിവ്യഭവത് തസ്യാം അശ്രാമ്യത് തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തത അഗ്നിഃ. ആപോ വാ അർക്കഃ തദ് യദപാം ശര ആസീദ് തത്സമഹന്യത സാ പൃഥിവീ അഭവത് തസ്യാം അശ്രാമ്യത് തസ്യ ശ്രാന്തസ്യ തപ്തസ്യ തേജോരസോ നിരവർത്തദാഗ്നിഃ. ആപോ വാ അർക്കഃ,
ജലം നിശ്ചയമായും അർക്കനാകുന്നു. അർക്കൻ സാമാന്യാർത്ഥം സൂര്യൻ. ജലം തന്നെ സൂര്യനാകുന്നു. തത് യത് അപാം ശര ആസീത്. ആ യാതൊന്ന് ജലങ്ങളുടെ സ്ഥൂലഭാഗം ശരീരമാകുന്നുവോ അത് തത് സമഹന്യത കൂടിച്ചേർന്നു. അത് കൂടിച്ചേർന്നപ്പോഴോ സാ പൃഥിവി അഭവത്. അത് ഭൂമിയായി. അപ്പോൾ സമ്പൂർണ്ണ ജലരാശിയെ നോക്കിയിട്ട് ഈ ജലരാശി തന്നെ സൂര്യനാണെന്ന് പറഞ്ഞു. ഈ സൗരമണ്ഡലത്തിൽ സകലവും സൂര്യൻ തന്നെയാണ്. സൂര്യഭിന്നമായിട്ടൊന്നുമില്ല. എങ്കിലും സൂര്യഭിന്നമായിട്ടൊന്നുമില്ലെങ്കിലും സാമാന്യമായി ജലത്തെ നമുക്കറിയാം. അത് സൂര്യനിൽ നിന്ന്, അല്ലെങ്കിൽ സൂര്യൻ ഹേതുവായിട്ട്, സൂര്യൻ്റെ യജ്ഞഫലമായിട്ട് വന്നു ചേരുന്നു. അതുകൊണ്ട് ജലരാശിയെ നോക്കിയിട്ട് ഇത് സൂര്യൻ തന്നെ എന്ന് പറഞ്ഞു. ആ സൂര്യരൂപിയായ ജലം ചേർന്നപ്പോൾ പറയാണ് അതുകൊണ്ട് ഭൂമി ഉണ്ടായി. ഈ ഭൂമി വാസ്തവത്തിൽ ജലമയമാണ്, അല്ലേ? 70% എന്ന് പറഞ്ഞാൽ യോജിക്കൂല. അത് ജലരാശി നമ്മൾ കാണുന്ന സമുദ്രം മാത്രമാണ് പറയുന്നത്. ഇതൊക്കെ സ്ഥൂലമായിട്ടാണ് കൂട്ടുന്നത്. ഇതിൽ ഭൂരിഭാഗം എന്താണ്? ജലമാണ്. 80% ജലം തന്നെയാണ്. വൃക്ഷങ്ങളും മണ്ണുകളും കല്ലും എല്ലാം ജലമയം തന്നെയാണ്. അപ്പൊ സമാഹൃതമായ ജലം തന്നെയാകുന്നു ഭൂമി. തസ്യാം അശ്രാമ്യത് അതിൽ, തസ്യാം എന്ന് പറഞ്ഞാൽ അവളിൽ, അതിൽ ഈ പിണ്ഡമയമായ ജലം അല്ലെങ്കിൽ സമാഹൃതമായ ജലം യാതൊരു ഭൂമിയായോ അതിൽ ശ്രമത്തെ ചെയ്തു, വിശ്രമിച്ചു, ക്ഷീണിച്ചു. ആ വിശ്രമിച്ചതിൻ്റെ, തപ്തമായതിൻ്റെ ഭാഗമായിട്ട് സാരഭൂതമായ തേജസ് പ്രകടമായി. നമുക്ക് സ്ഥൂലമായി ചിന്തിച്ചാൽ അർത്ഥം പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു മന്ത്രമാണ്. നോക്കൂ, ആപോ വൈ യാ അർച്ചനാംഗഭൂതാഃ താ ഏവ അർക്കഃ അഗ്നേഃ അർക്കസ്യ ഹേതുത്വാത്. ഈ യാതൊരു ജലമുണ്ടോ, അർക്കൻ്റെ അംഗഭൂതമായ യാതൊരു ജലമുണ്ടോ, ആ ജലം തന്നെ അർക്കനാണ്. അർക്കൻ്റെ അംഗഭൂതമായ യാതൊരു ജലമുണ്ടോ അത് അർക്കനാണ്. അഗ്നേഹ അർക്കസ്യ ഹേതുത്വാത്. അർക്കൻ്റെ ഹേതുവായി അഗ്നി നിലകൊള്ളുന്നത് കൊണ്ട്.
അപ്സൂച അഗ്നി പ്രതിഷ്ഠിത ഇതി. ജലത്തിലാണ് അഗ്നി പ്രതിഷ്ഠിതനായിരിക്കുന്നത്. തേജസ് പ്രതിഷ്ഠിതനായിരിക്കുന്നത് ജലത്തിലാണ്. അഗ്നിയിൽ നിന്ന് തേജസ്സിൽ പ്രതിഷ്ഠിതനായത് അഗ്നി. തേജസ്സിൽ നിന്ന് ജലം, ജലത്തിൽ പ്രതിഷ്ഠിതനായത് തേജസ്. തേജോമയമാണ് ജലം. നമ്മൾ വിചാരിക്കുന്നത് തേജസ്സിനെ, അഗ്നിയെ കെടുത്തുന്നതാണ് ജലമെന്നാണ്. അല്ല, അങ്ങേയറ്റം തേജോമയമാണ് ജലം. തപിച്ചുണ്ടായതാണ് ജലം. തപിച്ചുണ്ടായതാണ് ജലം. ആ ജലത്തിലാണ് തേജസ് നിലകൊള്ളുന്നത്. അല്ലേ? ഭാവിയിൽ വാഹനങ്ങളൊക്കെ അതാവുന്നാ പറയണത്. ജലമയമായിട്ടാണ്, ജലമയമായ തേജസ്സിന്റെ പ്രകടീകരണമായിരിക്കും ഭാവിയിൽ വരിക എന്നാ പറയണത്. ആര് കണ്ടു? എന്തായാലും ജലത്തെ നോക്കിയിട്ട് വേദം പറഞ്ഞു ഇത് തേജോമയമാണ്. അതുകൊണ്ട് പവിത്രമാക്കി തീർക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പാവകൻ എന്ന് പറഞ്ഞാൽ, അഗ്നി എന്ന് പറഞ്ഞാൽ, പവിത്രീകരമായ എല്ലാത്തിലും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിനും പവിത്രകരത്വം നമ്മൾ പറയുന്നുണ്ട്. ഈ പവിത്രമാക്കി തീർക്കുക എന്നുള്ളത് അഗ്നിയുടെ ധർമ്മമാണ്. ആ ധർമ്മം ജലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ജലത്തെ നോക്കിയിട്ട് ഋഷി പറഞ്ഞു തേജോമയമാണ്. ഒരു 100-100 കൊല്ലം മുമ്പ് ഈ മന്ത്രം വ്യാഖ്യാനിച്ചാൽ പൊട്ടത്തരന്നേ പറയുള്ളൂ. ഇന്നങ്ങനെ ആരും പറയില്ല. ഏതാനും വർഷം കൊണ്ട് ഭാരതത്തിൽ ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ലോക്കോയാണ് കൊമേഴ്സ്യൽ ആയിട്ട് ഓടിക്കാൻ പോണത്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വെള്ളത്തെ നോക്കിയിട്ട് തേജസ് എന്ന് പറഞ്ഞാൽ കളിയാക്കണ കാലമൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ അത് മാത്രമല്ല, ബടവാഗ്നിയുള്ള സങ്കല്പത്തിലല്ല ഈ പറയണത്. ഈ പറയണത് ജലം തന്നെ അഗ്നിയാണ്. ന പുനഃ സാക്ഷാദേവ അർക്കഃ താഹ താസാം അപ്രകരണാത് അഗ്നേശ്ച പ്രകരണം വക്ഷ്യതിജ അയം അഗ്നിരർക്കഃ ഇതി. ഇതിൻ്റെ അർത്ഥം സാക്ഷാത് വെള്ളം സൂര്യനെന്നല്ല പറഞ്ഞതിൻ്റെ താത്പര്യം. കാരണം ഇതിപ്പോൾ ചർച്ച ചെയ്യണത് അഗ്നിയുടെ പ്രകരണമായതുകൊണ്ട് ആ ജലത്തിൽ അഗ്നിത്വം, തേജസ്ത്വം നമ്മൾ കാണുകയാണ്. തത്ര യത് അപാം ശര ഇവ ശരഃ ദധ്ന ഇവ മണ്ഡഭൂതമാസീത് തത് സമഹന്യത സംഘാതം ആപദ്യത തേജസ ബാഹ്യാന്തഃ പാച്യമാനം. ലിംഗവ്യത്യയേന വാ യോ അപാം ശരഃ സ സമഹന്യത ഇതി. സ പൃഥിവ്യംഭവത് സംഘാതഃ യാ ഇയം പൃഥിവീ സാഭവത്. താഭ്യഃ അദ്ഭ്യഃ നിവൃത്തം ഇത്യർത്ഥഃ. ഈ അപ്പുകളുടെ അപാം ശരഃ, ശരം സ്ഥൂലഭാവം, ഈ സ്ഥൂലമായ ഭാവം മണ്ഡഭൂതം. മണ്ഡഭൂതം
സ്ഥൂലതയെ പ്രാപിച്ചത്. സ്ഥൂലതയെ പ്രാപിച്ച ഈ അപ്പിൻ്റെ യാതൊരു ഒരു സമൂഹമുണ്ടോ, സംഘാതമാപദ്യത, സംഘാതഭാവത്തെ ചേർച്ചയെ പ്രാപിച്ചു. തേജസ ബാഹ്യാന്തപച്യമാനം, തേജസ് കൊണ്ട് അകംപുറം ഒരുപോലെ തപിപ്പിക്കപ്പെട്ട അഗ്നി ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് സംഘാതഭാവത്തെ പ്രാപിക്കുന്നത്. അകംപുറം ഒരുപോലെ തപിപ്പിക്കപ്പെട്ട അഗ്നി എന്തായി? സംഘാതഭാവത്തെ പ്രാപിച്ചു. സംഘാതഭാവം ചേർന്ന ഭാവം. എന്നിട്ടോ അത് ഈ ശരഭാവത്തെ പ്രാപിച്ചു. സാ പൃഥിവ്യ അഭവത് സ സംഘാത യായം പൃഥിവി സാ അഭവത്. യാതൊരു സംഘാതമോ അത് ഈ പൃഥിവിയായി. പൃഥിവി എന്ന് പറഞ്ഞതുകൊണ്ട് അഭ്യ അണ്ഡം അഭിനിർവൃത്തം ഇത്യർത്ഥ. നമ്മുടെ കേവലം ഈ ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല ഭാഷ്യകാരൻ അതിനെ എടുക്കുന്നത്, മറിച്ച് മൊത്തം അണ്ഡം എന്നുള്ള നിലയ്ക്കാണ്. മൊത്തം ബ്രഹ്മാണ്ഡ രൂപത്തിൽ ഇത് ആവിർഭൂതമായി. ജലം എന്നുള്ളതിനെ ദ്രാവകം എന്ന് എടുത്തൂടെ എന്ന് ചോദിച്ചാൽ എടുക്കാം, വിരോധമില്ല. മുഴുവൻ ദ്രാവകം എന്നെടുക്കുന്നതിന് വിരോധമില്ല. ദ്രവമയമാണ് എന്നെടുക്കുന്നതിന് വിരോധമില്ല. പ്രപഞ്ചത്തെ നോക്കിക്കണ്ട, സമ്പൂർണ്ണ പ്രപഞ്ചത്തെ നോക്കിക്കണ്ട ഋഷിയുടെ ഒരു ദർശനമാണത്. തസ്യാം പൃഥിവ്യാം ഉത്പാദിതായാം സ മൃത്യു പ്രജാപതി അശ്രാമ്യത് ശ്രമയുക്തോ ബഭൂവ. ഇങ്ങനെ പൃഥിവി ഉത്പാദിപ്പിക്കപ്പെട്ടപ്പോൾ, സംഘാത രൂപത്തിൽ പൃഥിവി ഉത്പാദിപ്പിക്കപ്പെട്ടപ്പോൾ പ്രജാപതി ശ്രമമുള്ളവനായി തീർന്നു, ക്ഷീണിതനായി തീർന്നു. ഇത് കൽപ്പനയാണ്, അല്ലാണ്ട് ഈശ്വരൻ ക്ഷീണിച്ചു എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. സർവോ ഹി ലോകഃ കാര്യം കൃത്വ ശ്രാമ്യതി. ഈ ലോകം മുഴുവൻ പണിയെടുത്താൽ ക്ഷീണിക്കുമല്ലോ എന്നാ ഭാഷ്യകാരൻ ചോദിക്കണേ. ഈ ലോകം മുഴുവൻ തന്നെ പണിയെടുത്താൽ ക്ഷീണിക്കുമല്ലോ. പ്രജാപതേശ്ച തൻ മഹത്കാര്യം യത് പൃഥിവീ സർഗ. പ്രജാപതിയുടെ വലിയൊരു കാര്യമാണല്ലോ ഈ പൃഥിവി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പാവം അല്ലാതെ ക്ഷീണിച്ചു. അപ്പോഴാണ് നമ്മുടെ ഈ എബ്രഹാമിക് ഇതിലൊക്കെ തന്നെ വിശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ്, അതിനാണ് വിശ്രമിക്കാനൊരു ദിവസം വേണമെന്ന് പറയുന്നത്. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്താൽ ഒരു ദിവസം വിശ്രമിക്കണം എന്നുള്ളത് അത് എബ്രഹാമിക് കാഴ്ചപ്പാടാണ്. അത് തെറ്റെന്ന് പറയാൻ പാടില്ല. ഈശ്വരൻ ഒരു ദിവസം വിശ്രമിച്ചു, അതുകൊണ്ട് നിങ്ങളും ഒരു ദിവസം വിശ്രമിക്കണം. അവിടെയാണ് പ്രശ്നം. ഏതായാലും പൃഥ്വി സർഗം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ കാര്യം ചെയ്തത് കൊണ്ട് ശ്രാന്തമായി. കിം തസ്യ ശ്രാന്തസ്യ, അവൻ്റെ ശ്രാന്തം കൊണ്ട് എന്ത് എന്ന് പറയുന്നു. തസ്യ ശ്രാന്തസ്യ തപ്തസ്യ ഖിന്നസ്യ തേജോരസഃ തേജ ഏവ രസഃ തേജോരസോ രസഃ സാരഃ നിരവർത്തത പ്രജാപതി ശരീരാത് നിഷ്ക്രാന്ത ഇത്യർത്ഥഃ. ആ ശ്രാന്തൻ്റെ ശരീരത്തിൽ നിന്ന് രസരൂപമായിരിക്കുന്ന തേജസ് ബഹിർഗമിച്ചു. അതെന്താ? അത് അഗ്നി. ആദ്യം പറഞ്ഞ അഗ്നി എന്താ പറയേണ്ടത്, ജലമയമായിട്ടിരുന്നു. ഇപ്പോൾ അഗ്നി പ്രകടഭാവത്തിൽ വന്നു. അഗ്നി ഇല്ലാത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് അഗ്നിയുടെ അനുഭവം വരുന്നത് അഗ്നി പ്രകടമാകുമ്പോഴാണ്. ഭൂതാഗ്നി അപ്രകടിതമായിരിക്കുന്ന ഭാവം, അതില്ലാത്തൊന്നുമില്ല, അഗ്നി ഇല്ലാത്തൊന്നുമില്ല. അത് പ്രകടിതമായ ഭാവത്തെ പ്രാപിച്ചു.
അഗ്നി. സോ അണ്ടസ്യ അന്തഃ വിരാട് പ്രജാപതി പ്രഥമജഃ കാര്യകരണ സംഘാതവാൻ ജാതഃ. അങ്ങനെ കാര്യകരണ സംഘാതവാനായ വിരാട് ഭാവത്തോടുകൂടി പ്രജാപതി തീർന്നു. ജലം, ഭൂമി, അഗ്നി. നമ്മൾ ത്രിവൃത്കരണം ഛാന്തോക്യോപനിഷത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അവിടെ ആകാശത്തെയും വായുവേയും നിങ്ങൾ ഒഴിവാക്കിയതൊരു തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് നീ കൂട്ടിക്കൊടൂ, നിനക്ക് ആകാശത്തെയും വായുവേയും ഇതിൻ്റെ കൂടെ കൂട്ടണമെന്ന് വെച്ചാൽ കൂട്ടിക്കൊള്ളൂ, എന്നിട്ട് പഞ്ചഭൂതത്തെ ഒപ്പിച്ചോളൂ. പക്ഷേ സ്ഥൂലമായ ഭാവത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അഗ്നി, ജലം, ഭൂമി എന്നിവയാണ്. ഇതിൽ മറ്റുള്ളവ അടങ്ങിയിരിക്കും എന്ന് ഛാന്തോക്യ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ജലം, ജലമല്ല, തേജസ്, ജലം, പൃഥിവി, ഈ മൂന്ന് ചേർന്ന അണ്ഡം അത് പ്രജാപതിയുടെ ശരീരമാണ്. സ വൈ ശരീരോ പ്രഥമ ഇത് സ്മരണാത്. ആ ശരീരം പ്രഥമജനാണ്. ആ പ്രഥമജനെയാണ് നമ്മൾ ബ്രഹ്മാവ് എന്നും ഒക്കെ വിളിക്കുക. ബ്രഹ്മാവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന മനോഹര ചിത്രങ്ങളൊക്കെ മാറ്റി വെക്കണം. 4 തലയും ഒരു രൂപമൊക്കെ ആയിട്ടുള്ളത് മാറ്റി വെച്ച് ഇത് പ്രഥമജൻ, അതായത് മൂർത്തരൂപത്തെ പ്രാപിച്ച് ആകാരവാനായി അഗ്നി, ജലം, പൃഥിവി എന്നിവയോട് ചേർന്ന് സ്ഥൂലതയെ പ്രാപിച്ച ആദി സൃഷ്ടി.